KSRTC, KCB, വാട്ടർ അതോറിറ്റി അങ്ങനെ എല്ലാം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. പെൻഷൻ പ്രായത്തിലടക്കം യുവാക്കൾക്ക് വലിയ പ്രതിസന്ധിയാകും. ഈ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കെല്ലാം എതിരെ നിൽക്കുകയാണ് ധവളപത്രം. സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാനും സ്വകാര്യവൽക്കരണത്തിന് പരവതാനി വിരിക്കാനും സർക്കാർ ഈ ധവളപത്രത്തെ ഒരു ഉമ്മാക്കിയായി ഉപയോഗിക്കുകയാണ്. BJPയുടെ ബ്ലൂ ഇക്കോണമിയിലൂടെ ഈ തീരം വിൽക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഗംഭീരമായിട്ട് ഒരു ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചത് രണ്ട് ചാനലുകളാണ്. നമുക്ക് കൈരളി ചാനലിന്റെ ഒഴിവാക്കാം. അതിൽ ഒന്ന് ബിഗ് TV ആണ്, രണ്ടാമത്തെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലാണ്. കാരണം കൃത്യമായിട്ട് ചില കണക്കുകളെല്ലാം ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ധവളപത്രം ഇറക്കിയിരുന്നു. അത് ധനകാര്യ വകുപ്പിന് അതിലുള്ള ഉദ്യോഗസ്ഥർ ഇറക്കുന്നതിന് പകരം പുറത്തെ ചില ആളുകൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ കാര്യങ്ങളെല്ലാം മറ്റു പലർക്കും വിൽക്കാൻ തുടങ്ങിയിരിക്കും എന്നാണ് അതിന്റെ പുറകിലുള്ള ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഖജനാവിൽ പണമില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ധവളപത്രമൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്നിട്ടും ഇദ്ദേഹം കരയുകയാണ്. നമ്മുടെ VD സതീശൻ മേനോൻ ഗംഭീരമായിട്ട് കരയുകയാണ്. സാമ്പത്തികമായിട്ട് കേരളം എന്തോ വൻ കടക്കണിയിലേക്ക് പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരൊറ്റ മാസം കൊണ്ട് നമ്മുടെ കേരളം അങ്ങനെ ഗംഭീരമായ കടക്കണിയിലേക്ക് എത്തുമോ? ഇനി അതൊക്കെ കെടുക്കട്ടെ. ഇവിടെ VD സതീശൻ മേനോൻ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടമുണ്ടാക്കി വെച്ചിട്ടാണ് ഭീകരമായിട്ട് കേരളത്തെ കടത്തിലേക്ക് തള്ളി വിട്ടിട്ടാണ് ഇവിടത്തേക്ക് പിണറായി വിജയൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, നമുക്കത് സമ്മതിക്കാം, ഒരു വാദത്തിന് അത് സമ്മതിക്കാമെങ്കിലും ഒന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ ഇവിടെ അധികാരത്തിൽ കയറുമെന്ന് ഇവിടുത്തെ LDFും പിണറായി വിജയനും എല്ലാവരും വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാം തവണ വീണ്ടും അധികാരത്തിൽ കയറാനുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും കേരളം നശിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കടമുണ്ടാക്കി വെച്ച് പോകുമോ? അവർ തന്നെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി വെച്ച കടം തീർക്കേണ്ട ഉത്തരവാദിത്തം ഇതേ ഗവൺമെന്റിന് തന്നെയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മനഃപൂർവ്വം കടം ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന VD സതീശന്റെ ഈ വാദം അവിടെ പൊളിയുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഇനിയും വരേണ്ട സ്ഥലത്ത് നാശമാക്കി നമ്മൾ പോവില്ല, അല്ലെ? നമ്മൾ തീർച്ചയായിട്ടും ഇനിയും ഇവിടേക്ക് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തെ നാശമാക്കിയിട്ട് ഒരാൾക്കും എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ VD സതീശൻ പറയുന്നത് ഒരു പച്ചക്കള്ളമാണ്. ഇവിടുത്തെ വരവുകളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിൽ നമുക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. കിഫ്ബി വഴി ഉണ്ടായ ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആ കിഫ്ബി വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില ലാഭങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഈവൻ നമ്മുടെ മെട്രോ ട്രെയിൻ അടക്കം എന്തോ വൻ നഷ്ടമാണ് എന്ന രീതിയിലാണ് VD സതീശൻ മേനോൻ അവതരിപ്പിച്ചത്. ജനങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പൊന്നുമേസ്ത്രി, ഈ പണി അറിയാൻ കഴിയാത്ത ആളുകളൊക്കെ ഈ പണി നിർത്തി പോണം. നമുക്കൊരു പണി കൃത്യമായിട്ട് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് അവസാനിച്ച് പോവുക വേണം, അവസാനിപ്പിച്ച് പോണം. പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. കഴിയുമെങ്കിൽ അവസാനിച്ച് പോവുകയാണെങ്കിൽ ഇത് വളരെ വൃത്തിയായിട്ട് ഇത്തരം പരാതികൾ, ഇത്തരം കരച്ചിലുകൾ നമ്മൾ കഴിഞ്ഞ 10 വർഷം കേട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷം നമ്മൾ എന്തൊക്കെ കേട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചേ? നോക്കൂ, അത് ഭീകരമായിട്ടുള്ള പ്രളയവും വയനാട് ദുരന്തവും കൊറോണ, ഇങ്ങനെ നിപ്പ, ഇങ്ങനെ ഒരുപക്ഷെ നമ്മുടെ കേരളം അഭിമുഖീകരിക്കാത്ത ഒരുപാട് വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയി എന്നതാണ്. അപ്പോഴൊരിക്കലും നമ്മൾ കേരളത്തിലുള്ള മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടില്ല. ആരോഗ്യമന്ത്രിമാരുടെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടില്ല. പാമ്പ് കടിയേറ്റത് പാമ്പിനെ ചവിട്ടിയതുകൊണ്ടാണ്, അല്ലാതെ പാമ്പ് വന്ന് കടിക്കൂല എന്ന വർത്തമാനം കേൾക്കില്ല. പാമ്പ് ആ ഒരു ഹോസ്പിറ്റലിലെ AC റൂമിലേക്ക് ICUലേക്ക് കയറിയത് എങ്ങനെ എന്നതിനെ പറ്റിയിട്ടല്ല ചർച്ച. അതിന് ചവിട്ടിയതുകൊണ്ടല്ലേ അത് കടിച്ചേ, അല്ലെങ്കിൽ അത് കടിക്കൂലല്ലോ എന്ന രീതിയിലുള്ള അവതരണങ്ങളാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത്. പറയുന്നു KSRTC പണ്ടേ നഷ്ടത്തിലാണ്, ഇപ്പോൾ ഭീകരമായിട്ടുള്ള കടത്തിലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ മേനോൻ അവതരിപ്പിച്ചത്. KSEBക്ക് ഇപ്പോൾ തന്നെ പൈസ കൂട്ടാനുള്ള ഏർപ്പാട് തുടങ്ങിയിരിക്കുന്നു. പാലിന് വില കൂടിയിരിക്കുന്നു. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുവകകളുടെയും വില കൂടിയതൊന്നും ആരും തിരിച്ചറിയുന്നില്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതൊന്നും വില നിയന്ത്രിക്കാനോ ഒന്നും പറ്റുന്നില്ല.
ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് നമ്മൾ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീവറേജുമായിട്ട് നമ്മുടെ പൊതുമേഖല ഈ വിതരണ സംവിധാനത്തെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അത് വൻ അപകടമാണ്. അതായത് പൊതുമേഖലയിലുള്ള അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറുന്നു എന്നർത്ഥം. അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ കണക്കിന് തോന്നിവാസത്തിന് വില കൂടിക്കഴിഞ്ഞാലും അതിലൊന്നും നമുക്ക് സമരം ചെയ്തിരുന്ന വലിയ കാര്യം ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് സംഗതികളൊക്കെ എത്തുമെന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമല്ലോ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നലെ കുറച്ച് ഡൗൺലോഡ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്. ചില ആൾക്കാരൊക്കെ ഇത് കൃത്യമായിട്ട് കേൾക്കാതെ ഇത് മനസ്സിലാക്കാതെ പോകും. ഇത് കേട്ടു നോക്കൂ. ആദ്യം അക്കൗണ്ടിലെ കള്ളക്കളി എന്താണ്? 6000 കോടിയോ അതോ 2000 കോടിയോ? മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉന്നയിക്കുന്ന കണക്കുകൾ ഞെട്ടിക്കും. കഴിഞ്ഞ സർക്കാർ ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് വെറും പുകമറയായിരുന്നു എന്നാണ് ധവളപത്രം പറയുന്നത്. മെയ് 26 തീയതിയിലെ കണക്ക് പ്രകാരം ഖജനാവിലുള്ളത് വെറും 2211 കോടി രൂപ മാത്രം. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നലെ ധവളപത്രത്തിൽ അവതരിപ്പിച്ചത്. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. എന്ന് ഈ ഔദ്യോഗിക രേഖയിലൂടെ തന്നെ തെളിയുകയാണ്. മാത്രമല്ല, തങ്ങൾ വന്നയുടൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞത് ഖജനാവിൽ പണമുള്ളത് കൊണ്ടല്ലേ എന്ന ബാലഗോപാലിന്റെ ചോദ്യത്തിനും കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഇനി ഈ ധവളപത്രത്തിന്റെ കാതലായിട്ടുള്ള ചില വിയോജിപ്പുകളുണ്ട്. സപ്ലൈകോയും വെഫ്കോയും തമ്മിൽ ലയിപ്പിക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കേൾക്കുമ്പോൾ ഭരണപരമായ പരിഷ്കരണമെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിലുണ്ട് വലിയൊരു ചതിക്കുഴി. സപ്ലൈകോയെ വെഫ്കോയുടെ തലയിലിടുന്നതിലൂടെ വിപണിയിൽ ഇടപെടാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുമുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ സർക്കാർ തന്ത്രപൂർവ്വം പിന്മാറുകയാണ് ചെയ്യുന്നത്. വെഫ്കോയുടെ മധ്യവരുമാനം ഉപയോഗിച്ച് സപ്ലൈകോയെ താങ്ങി നിർത്തുന്നത് വഴി പൊതുവിപണിക്ക് സബ്സിഡി നൽകേണ്ട ബാധ്യതയിൽ നിന്ന് ഖജനാവ് ഒഴിഞ്ഞുമാറുന്നു. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുല്യമായ നീക്കമല്ലേ? ധവളപത്രത്തിലെ ഏറ്റവും കടുത്ത നിർദ്ദേശം വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റെ. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള വേറൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ഒരുപാട് പിള്ളേർ PSCക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊന്നും ജോലി എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായി തീരും. കാരണം വിരമിക്കൽ പ്രായം ഉയർത്താൻ തീരുമാനമായിരിക്കുന്നു. അതായത് പുതുതായിട്ട് ആരെയും ഇനി 5 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഇതെന്തോ വലിയ സംഭവമാണ്, ഗംഭീര ചിരിയാണ്, പൂക്കിച്ചിരിയാണ്, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. കുറെ ചിരിച്ചത് കൊണ്ട് നമ്മുടെ കേരളം മുന്നോട്ട് പോവില്ല, കുറെ കരഞ്ഞതുകൊണ്ട് കേരളം മുന്നോട്ട് പോവില്ല, എപ്പോഴും പരാതി പ്രളയം മാത്രം പറഞ്ഞുകൊണ്ട് കേരളം മുന്നോട്ട് പോവില്ല. ഈ പരാതി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയും അവഗാഹവും ദീർഘവീക്ഷണമൊക്കെയാണ് ഓരോ നേതാവിനും വേണ്ടത്. അതില്ലാതിരിക്കുന്ന ഒരു നേതാവായിട്ട് ഇദ്ദേഹം മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉയർത്തണമെന്നാണ്. മുൻപ് AK ആന്റണി സർക്കാർ ധവളപത്രമിറക്കിയ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ 32 ദിവസം നീണ്ട ജീവനക്കാരുടെ വലിയ പ്രക്ഷോഭമാണ് കേരളം കണ്ടത്. അതേ പാതയിലാണ് ഈ സർക്കാർ നീങ്ങുന്നത്. വിരമിക്കൽ പ്രായം കൂട്ടുക എന്നാൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുക എന്നുകൂടിയാണ് അർത്ഥം. സർക്കാർ മേഖലയിൽ നിയമനങ്ങൾ നിരോധിച്ച് യുവതലമുറയെ മുഴുവൻ സ്വകാര്യ മേഖലയുടെ ദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള ഗൂഢമായ നീക്കമല്ലേ ഈ ശുപാർശ? ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന നിർദ്ദേശവും ജീവനക്കാരോടുള്ള വെല്ലുവിളി തന്നെയാണ്. KSRTC, KCB, വാട്ടർ അതോറിറ്റി എന്നിവ നഷ്ടത്തിലാണെന്ന് കാണിച്ച് വൈദ്യുതി മേഖലയിലും ജലവിതരണത്തിലും സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് അനുമതി നൽകാൻ ധവളപത്രം ശുപാർശ ചെയ്യുന്നു. ഫോണിൽ സ്വകാര്യ പങ്കാളിത്തം വേണം. എങ്ങനെയുണ്ട്? വൈദ്യുതി മാത്രമല്ല, ഇലക്ട്രിസിറ്റി മാത്രമല്ല, വാട്ടർ അതോറിറ്റിയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ സ്വകാര്യ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് ഈടാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഒരു ബൾബ് കത്തിച്ചാൽ നിങ്ങളിൽ നിന്ന് KSB ഈടാക്കുന്നത് 10 രൂപയാണെങ്കിൽ 1 മണിക്കൂർ അതേ ബൾബ് തന്നെ ഈ പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈടാക്കുന്നത് 25, 30, 40 രൂപയായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ടോ? സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരാളും സമരം ചെയ്യില്ല. ഒന്നാമത് ഇത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ള തോന്നലിലേക്ക്, ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് എന്ന തോന്നലിലേക്ക് ആളുകളൊക്കെ മാറും. രണ്ടാമത്, പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ സമരം ചെയ്യാതിരിക്കുന്ന പോലെ ഇതൊക്കെ അങ്ങോട്ട് സഹിക്കുന്ന അവസ്ഥയിലേക്ക് കേരള ജനത എത്തുമെന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയാണോ ഈ ഒരു ഗവൺമെന്റിന് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കഴിയുന്നില്ല കേട്ടോ. ഇതിന്റെ 2ാം ഭാഗം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പോവുള്ളൂ. ബൈ.